വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇടുക്കി മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. MG കോളനി സ്വദേശി മാലയാണ് മരിച്ചത്. കനത്ത മഴ തുടരുന്ന മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴുമുണ്ട്. ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന്റെ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. ചാലക്കുടി അതിരപ്പള്ളി പാതയിൽ ഉളംകൂട്ടം റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ കൊച്ചി വടുതലയിൽ കാറിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിലും രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുറുമ്പൻമൊഴി കോസ്വേ മുങ്ങി. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇടുക്കിയിൽ മൂന്നാർ മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ ഈ മഴ മണിക്കൂറുകളോളം തുടരുന്നതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. മണ്ണിടിച്ചിൽ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുവെന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ മൂന്നാറിലെ മണ്ണിടിച്ചിൽ മേഖല, അവിടെ ഒരാൾ മരിച്ചു. ആ മേഖലയിലെ ആളുകളെ മുഴുവൻ മാറ്റിയോ അവിടെ നിന്ന്? വിജയകുമാർ, ഇപ്പോഴും ഹൈറേഞ്ച് മേഖലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാർ മേഖലയിലും മഴ തുടരുകയാണ്. MG കോളനിയിൽ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ ആളുകളെ, ആ കോളനിയിലുള്ള ആളുകളെ മുഴുവനും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. CSI ഹാളിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു. മഴയ്ക്ക് പിന്നാലെയാണ് MG കോളനിയിൽ കുമാർ എന്ന് പറയുന്ന ആളുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത്. ആ കുമാറിന്റെ ഭാര്യ മാല, 42 വയസ്സുള്ള സ്ത്രീയാണ് ഈ മണ്ണിനടിയിൽപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും വീണ്ടും മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. രാത്രി യാത്രയ്ക്ക് ഉൾപ്പെടെ കർശനമായ നിയന്ത്രണമുണ്ട്. ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അനാവശ്യമായുള്ള പുഴയിലിറങ്ങുക, അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക, അത്തരം സാഹചര്യം കൂടി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഹൈറേഞ്ച് മേഖലയിൽ മഴ പെയ്യുന്നു. തൊടുപുഴയിലും മഴയുണ്ടായിരുന്നു. ഒരല്പം നേരമായി തൊടുപുഴയിൽ മഴ തോർന്നു നിൽക്കുന്നത് ഒരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. വിജയകുമാർ. യെസ്, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് എറണാകുളത്തെ സാഹചര്യം? നേരത്തെ മണിക്കൂറുകളോളം തുടർച്ചയായി മഴ പെയ്തു. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എറണാകുളത്ത് കിഴക്കൻ മേഖലയിലേക്ക് രാത്രി യാത്ര വേണ്ട എന്ന് കളക്ടറുടെ നിർദ്ദേശം, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ടല്ലോ, അല്ലേ? വിജയകുമാർ, ഉച്ചയ്ക്ക് ശേഷമാണ് എറണാകുളത്ത് പരക്കെ ശക്തമായ മഴ ആരംഭിച്ചത്. വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി അതിശക്തമായ മഴയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സ്ഥിരമായി വെള്ളം കയറുന്ന ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും അധിക നേരം നീണ്ടു നിൽക്കാതെ ഇറങ്ങി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ആളുകളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന വെള്ളക്കെട്ടിലേക്ക് കൊച്ചി ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷെ രാത്രി അതിശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ജാഗ്രതാ നിർദ്ദേശം കർശനമായി തന്നെ പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് വൈകുന്നേരം 7 മണി മുതൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ മലയോര മേഖലയിലേക്ക് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലേക്കൊക്കെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരോധനം നാളെ രാവിലെ 7 മണി വരെ തുടരും. അതിനിടെ ഇന്ന് വടുതലയിൽ ശക്തമായ കാറ്റിലും മഴയിലും ഒരു മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു. അത് വീണത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ്. ഡ്രൈവറും യാത്രക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതായത് മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ രാത്രിയിലും എല്ലാം സമാനമായ രീതിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാത്രി മഴ ശക്തിപ്പെട്ടേക്കും എന്നുള്ളൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. മഴ നേരിയ തോതിൽ ഇപ്പോൾ ശമിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും മഴ സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് രാത്രി യാത്ര വേണ്ട എന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പും കൂടി വന്നിട്ടുണ്ട്.
ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തി. വനം ഉദ്യോഗസ്ഥരുടെ പതിവ് പരിശോധനയിലാണ് മാവോയിസ്റ്റ് സാന്നിധ്യം സജീവമായുള്ള മക്കിമല മേഖലയിൽ കുഴിബോംബ് കണ്ടെത്തിയത്. തണ്ടർബോൾട്ട് സംഘമെത്തി ബോംബ് നിർവീര്യമാക്കി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് എങ്ങനെ അവിടെ എത്തി, അതിന്റെ പശ്ചാത്തലം, എത്ര വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഈ തലപ്പുഴയ്ക്കടുത്തുള്ള മക്കിമലയിൽ നിന്ന് കൊടക്കാട് എന്ന് പറയുന്ന ഒരു ആദിവാസി സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടെ നിന്നും അത്തിമല എന്ന് പറയുന്ന മറ്റൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ആ വഴിയിലാണ്. അതായത് ഈ വനമേഖലയാണ്, കാടാണ്. കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഉണ്ട്. അതിനടുത്തായി ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു അസാധാരണമായ കുഴി കണ്ടെത്തുകയായിരുന്നു. ആ കുഴിക്ക് പുറത്തേക്ക് ഒരു ഫ്യൂസ്, അതായത് വയർ നീണ്ട നിലയിലാണ് കണ്ടെത്തിയത്. വയർ വലിച്ചു നോക്കിയപ്പോൾ സംശയം തോന്നി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിവരം അറിയിച്ചു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉൾപ്പെടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് IED ആണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. അതായത് കുഴിബോംബാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നത്. ഇതിൽ ഫ്യൂസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ബാറ്ററിയും ഇതുമായി ഘടിപ്പിച്ചിരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. മാത്രമല്ല ഈ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല ഒരാഴ്ച മുമ്പ് ഈ അസാധാരണമായ രീതിയിലുള്ള ഈ കുഴി നാട്ടുകാർ പുല്ലരിയാൻ പോയ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം ഉൾപ്പെടെ പരിശോധന നടത്താൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിലേക്ക് കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അസ്വാഭാവിക സംഗതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളുടെ സ്ഥിര സാന്നിധ്യമുള്ള മേഖലയാണ്. ഈ ആറളം ഭാഗം, അതായത് കബനി ദളത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകൾ ഉൾപ്പെടുന്ന ആ മേഖലയാണ്. തലപ്പുഴ എന്ന് പറയുന്നത് ഒരു വർഷത്തിനിടെ 3 തവണ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ നടന്ന പ്രദേശമാണ്. ഇതിനടുത്താണ് കമ്പമലയിലടക്കം മാവോയിസ്റ്റുകൾ സ്ഥിരമായി വന്നു പോകാറുള്ള പ്രദേശമാണ്. അതായത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 ദിവസം മുമ്പാണ് മാവോയിസ്റ്റുകൾ അവിടെ എത്തിയത്. അവരെത്തിയതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുള്ളതുമാണ്. ഈ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചതാണ് എന്നുള്ള അനുമാനത്തിലാണ് പോലീസ് സംഘം നിലവിലുള്ളത്. എന്തായാലും സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേരളത്തിൽ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം ആദ്യമായാണ്. നേരത്തെ ഈ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിലെല്ലാം തന്നെ സ്ഫോടനം നടത്താൻ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള വസ്തുക്കളാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മേഖലയിൽ തണ്ടർബോൾട്ട് സംഘം പരിശോധന ഉൾപ്പെടെ നടത്തി. അവിടെ പോലീസ് സാന്നിധ്യമുണ്ട്. പോലീസ് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. വിജയകുമാർ. മാവോയിസ്റ്റ് സാന്നിധ്യം സജീവമായുള്ള മക്കിമല മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. തണ്ടർബോൾട്ട് സംഘം അവിടെ എത്തി ബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം, തെരച്ചിൽ ആ മേഖലയിൽ തുടരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങി. NDAയുടെ ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ കൊടിക്കുന്നിൽ സുരേഷും തമ്മിലാണ് മത്സരം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യത്തോട് BJP മുഖം തിരിച്ചതോടെയാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു. 4 അംഗങ്ങളുള്ള YSR കോൺഗ്രസ് NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. അംഗബലം കൂടിയ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടിയാലോചിച്ച് സ്പീക്കറുടെ കാര്യത്തിൽ യോജിപ്പിലെത്തുന്നതും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുന്നതുമായിരുന്നു പതിവ്. കഴിഞ്ഞ 2 തവണയും കേവല ഭൂരിപക്ഷം നേടിയ BJP അത് പാലിച്ചില്ല. എന്നാൽ ഇത്തവണ വിട്ടുകൊടുക്കില്ലെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയില്ല. രാജ്നാഥ് സിംഗ് जी ने कल शाम कहा था कि वो खारगे जी को कॉल रिटर्न करेंगे. अभी तक राजनाथ सिंह जी ने खारगे जी का कॉल रिटर्न नहीं किया है. तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो और फिर हमारे नेता को इंसल्ट करा जा रहा है. ഇതോടെ പ്രതിപക്ഷം കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മാവേലിക്കര MP-യായ കൊടിക്കുന്നിൽ സുരേഷ് പത്രിക സമർപ്പിച്ചു. ഏകപക്ഷീയമായ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് അപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിന് വലിയ യോഗം ചേരേണ്ട കാര്യമില്ല, ആശയവിനിമയം നടത്തിയാൽ മതിയല്ലോ. സ്പീക്കർ പദവിയിൽ ഓം ബിർളയ്ക്ക് തുടർച്ച നൽകാനാണ് BJPയുടെ തീരുമാനം. TDP സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവരുമായി ധാരണയിലെത്തിയാണ് ഓം ബിർളയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. JP നദ്ദയടക്കമുള്ള നേതാക്കൾക്കൊപ്പമെത്തി ഓം ബിർളയും നാമനിർദ്ദേശ പത്രിക നൽകി. നാളെ രാവിലെ 11 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. NDAയ്ക്ക് 293 ഇന്ത്യ സഖ്യത്തിന് 233 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. 24 ഡൽഹി.
രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടനയുടെ പകർപ്പുയർത്തിപ്പിടിച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ അസദുദ്ദീൻ ഒവൈസി പലസ്തീൻ അനുകൂല മുദ്രാവാക്യവും BJP അംഗം ഛത്രപാൽ സിംഗ് ഹിന്ദു രാഷ്ട്ര മുദ്രാവാക്യവും ഉയർത്തിയത് വിവാദമായി. That I will uphold the sovereignty and integrity of India and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. പ്രതിപക്ഷ നിരയുടെ നായകന്റെ ശരീരഭാഷയോടെയാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേദിയിലെത്തിയത്. വലതുകൈയിൽ ഭരണഘടനയുടെ പകർപ്പുയർത്തി രാഹുൽ ഭരണപക്ഷത്തെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി. ജയ് ഹിന്ദ്, ജയ് സംവിധാൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാഹുൽ വേദിയിൽ നിന്ന് മടങ്ങുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ എഴുന്നേറ്റു നിന്ന് അഭിവാദ്യം ചെയ്തു. സാക്ഷ്യം വഹിക്കാൻ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അസദുദ്ദീൻ ഒവൈസി പലസ്തീൻ അനുകൂല മുദ്രാവാക്യമുയർത്തിയത് വിവാദമായി. ജയ് ഭീം, ജയ് മീം, ജയ് തെലങ്കാന, ജയ് ഫലസ്തീൻ, തക്ബീർ, അല്ലാഹു അക്ബർ. ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP അംഗം ഛത്രപാൽ സിംഗ് ഗാംഗ്വാർ ജയ് ഹിന്ദുരാഷ്ട്ര മുദ്രാവാക്യം ഉയർത്തിയതിൽ പ്രതിപക്ഷവും പ്രതിഷേധിച്ചു. ജയ് ഹിന്ദുരാഷ്ട്ര, ജയ് ഭാരത്. വിവാദ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രോട്ടൈം സ്പീക്കർ അറിയിച്ചു. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിന് ഡൽഹി ഹൈക്കോടതിയുടെ സ്റ്റേ തുടരും. EDയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിചാരണ കോടതിയെ അതിരൂക്ഷമായി വിമർശിച്ചു. റൌസ് അവന്യൂ കോടതി നൽകിയ ജാമ്യം ചോദ്യം ചെയ്ത് ED നൽകിയ ഹർജിയിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശരിയല്ലെന്ന ഹൈക്കോടതി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ചട്ടം 45, 70 എന്നിവ വിചാരണ കോടതി ശരിയായി പരിഗണിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. EDയുടെ ഹർജി പരിഗണിക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാളിന്റെ ജാമ്യത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി ജഡ്ജി സുധീർ കുമാർ ജെയിൻ നീട്ടി. അവധിക്ക് ശേഷം EDയുടെ ഹർജി കോടതി വിശദമായി പരിഗണിക്കും. ജാമ്യത്തിനെതിരായ താൽക്കാലിക സ്റ്റേക്കെതിരെ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനം വരും വരെ ജയിലിൽ തുടരാനാണ് കെജ്രിവാളിനോട് നിർദ്ദേശിച്ചത്. ജാമ്യത്തിന് സ്റ്റേ അനുവദിച്ച സാഹചര്യത്തിൽ ഹർജിയിൽ സുപ്രീം കോടതി നാളെ വാദം കേൾക്കും. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ ചർച്ചയായ ചില പ്രധാന റിപ്പോർട്ടുകളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് സമ്മതിച്ച സർക്കാർ. മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കാൻ തത്വത്തിൽ തീരുമാനമായി. പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ 2 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. എന്നാൽ 2 അംഗ സമിതിയെ നിയോഗിച്ച സർക്കാർ തീരുമാനം മുസ്ലിം ലീഗ് നിരാകരിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അംഗീകരിച്ചു. നിലവിലെ കണക്ക് പ്രകാരം 7478 സീറ്റുകളുടെ കുറവ് ജില്ലയിലുണ്ട്. സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്നും അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നും SFI, KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇതിന് പരിഹാരമായാണ് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കാമെന്ന് ധാരണയിലെത്തിയത്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം മാത്രമേ സ്കോൾ കേരളയിൽ പ്രവേശനം തുടങ്ങാവൂ എന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചു. ഇതോടൊപ്പം ക്ലാസുകൾ നഷ്ടപ്പെടുന്നവർക്കായി ബ്രിഡ്ജ് കോഴ്സുകൾ നടത്തും. 14 വിദ്യാർത്ഥി സംഘടനകളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഓരോ വർഷവും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. അതേസമയം സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും വ്യാപക പ്രതിഷേധമുണ്ടായി. KSU വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് സർക്കാർ സമ്മതിച്ചതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ വസതിക്ക് മുന്നിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. തൃശൂരിൽ DE ഓഫീസിലേക്കും പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും KSU മാർച്ച് നടത്തി.
തൃശൂരിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് RDD ഓഫീസിലേക്ക് SDPIയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റും നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സീറ്റ് പ്രതിസന്ധിയുണ്ടെന്ന് സർക്കാർ സമ്മതിച്ചതിനെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ സ്വാഗതം ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീറ്റ് കുറവുണ്ട് എന്ന് മന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാർ നൽകിയ ഉറപ്പിൽ വിശ്വാസമെന്നും സമരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ. നിലവിൽ ലഭ്യമായിട്ടുള്ള ഉറപ്പുകൾ, ആ ഉറപ്പുകൾക്കകത്ത് ഞങ്ങൾ തൃപ്തരാണ്. സ്വാഭാവികമായിട്ടും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ്. MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും സമരമുഖത്താണ്. സമരം തുടരണമോ പിൻവലിക്കണോ എന്ന ഇവരുടെ അന്തിമ തീരുമാനം അടുത്ത ദിവസമുണ്ടാകും. 24 മലപ്പുറം. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു. ബീഹാർ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വെളിപ്പെടുത്തലുമായി ഹസാരിബാഗ് പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ കട്ടർ ഉപയോഗിച്ച് തകർത്തു എന്നാണ് പ്രിൻസിപ്പലിന്റെ മൊഴി. ലോക്ക് തകരാറിലായതിനെ തുടർന്നാണ് കട്ടർ ഉപയോഗിച്ചത് എന്നാണ് വിശദീകരണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായം തേടുമെന്ന് ഉന്നതതല സമിതി അറിയിച്ചു. മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. ഹസാരിബാഗിലെ നീറ്റ് UG പരീക്ഷാ സെന്ററായ സ്കൂളിൽ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഡിജിറ്റൽ ലോക്കർ തുറക്കാൻ കഴിയാതെ വന്നതോടെ കട്ടർ ഉപയോഗിച്ച് തകർത്തെന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ വെളിപ്പെടുത്തൽ. ലോക്ക് തകരാറിലായതോടെ NTA ബന്ധപ്പെട്ടപ്പോൾ കട്ടർ ഉപയോഗിച്ച് തുറക്കാൻ അറിയിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഡിജിറ്റൽ ലോക്കറിന് എങ്ങനെ തകരാറുണ്ടായി എന്നത് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചോദ്യപേപ്പറുകൾ സെന്ററുകളിലേക്ക് അയച്ചതിൽ ചില കൊറിയർ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്വകാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷം മാറ്റങ്ങൾ വരുത്താനാണ് സമിതിയുടെ തീരുമാനം. പരീക്ഷകൾ പുനരാരംഭിക്കുന്നതിന് ശക്തമായ സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് മുൻഗണനയെന്നും സമിതി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാറിൽ പോലീസിൽ നിന്ന് CBI സംഘം തെളിവുകൾ ശേഖരിച്ചു. DIG, ഡെപ്യൂട്ടി SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ 2 അംഗ CBI സംഘമാണ് ബീഹാറിലെത്തിയത്. 24 ഡൽഹി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. ഇളവ് നൽകാൻ നീക്കമുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സ്പീക്കറുടെ നടപടിയെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു. അതേസമയം കാര്യോപദേശക സമിതി യോഗത്തിൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനും തീരുമാനമായി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് KK രമയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ലെന്ന് പറഞ്ഞ് സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52(5) പ്രകാരം നോട്ടീസ് നിരക്കുകയാണ്. സർക്കാർ പറയേണ്ടത് സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ വഴങ്ങാതായതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അങ്ങേക്ക് എല്ലാ ബഹുമാനവും എല്ലാ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്ലോറിനകത്ത് എത്രയോ തവണ ഡിസ്കസ് ചെയ്തതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ സർക്കാർ ഒത്താശയോടെ ജയിലിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന്, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഉന്നതതല ഗൂഢാലോചന പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണ് സർക്കാർ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കം നടത്തുന്നതെന്ന് KK രമ. ശിക്ഷാ ഇളവ് നൽകരുതെന്നാവശ്യപ്പെട്ട് KK രമ ഗവർണറെ കണ്ടു. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. അതിനിടെ ജൂലൈ 25 വരെ നിശ്ചയിച്ചിരുന്ന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. ജൂലൈ 11 സമ്മേളനം അവസാനിപ്പിക്കാൻ കാര്യോപദേശക സമിതി യോഗം തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കേരള തമിഴ്നാട് അതിർത്തിയിൽ കാറിനുള്ളിൽ യുവാവിനെ കഴുത്തറത്തു കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് കന്യാകുമാരി SP സുന്ദരവദനം 24നോട് പറഞ്ഞു. കളീക്കാവിള ഒറ്റാമരത്താണ് തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിയോടെ ഒറ്റാമരത്തുള്ള വർക്ക്ഷോപ്പ് ജീവനക്കാരാണ് കാറിനുള്ളിൽ ദീപുവിനെ മരിച്ച നിലയിൽ കണ്ടത്. കളീക്കാവിള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി.
കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. സീറ്റ് ബെൽറ്റ് ധരിച്ച് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ദീപു. JCB വാങ്ങാൻ പണവുമായി കോയമ്പത്തൂരിന് പോയതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മറ്റൊരാൾ കാറിൽ കയറിയതായി പോലീസിന് സംശയമുണ്ട്. സംഭവസ്ഥലത്ത് വെച്ച് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിസിനസ്സിൽ ദീപുവിന് ശത്രുക്കളുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ സംശയം. JCB എന്തോ വിൽക്കാൻ വേണ്ടി രണ്ടുപേരുണ്ട്. ഒരാൾ വില കൂടുതലായിട്ട് വാങ്ങാന്ന് പറഞ്ഞ് മറ്റാണ് ദേഷ്യം വന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അടിയേറ്റുണ്ട്. പോണ സാറ്റർഡേ സന്ധ്യയ്ക്കാൻ പറഞ്ഞ് പോണ വഴിക്ക് ഞാൻ പിക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്നും അയാളാണെന്ന് എനിക്ക് വെച്ചിട്ടുണ്ടോ. കന്യാകുമാരി SP സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. 24 തിരുവനന്തപുരം. ഇടുക്കി അടിമാലി കല്ലാറിൽ അങ്കണവാടി കെട്ടിടത്തിൽ നിന്ന് വീണ 4 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപികയ്ക്കും പരിക്കേറ്റു. അപകട കാരണം അങ്കണവാടി ജീവനക്കാരുടെ അനാസ്ഥയെന്ന ആരോപണം ഉയർന്നു. വിഷയം പരിശോധിക്കാനും കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയുടെ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് കല്ലാർ സ്വദേശി ആന്റോയുടെ മകൾ മെറീന അപകടത്തിൽപ്പെട്ടത്. കാലുവഴുതി കൈവരികൾക്കിടയിലൂടെ 20 അടി താഴ്ചയിലുള്ള ഓടയിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുകാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അധ്യാപിക പ്രീതിയുടെ കാലൊടിഞ്ഞു. ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ആകെ 4 കുട്ടികളോ 5 കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഈ 5 കുട്ടികളെ നോക്കാൻ 2 ടീച്ചർമാരുണ്ട്. ഒരു ഹെൽപ്പറും ഉണ്ട്, ഒരു ടീച്ചറും ഉണ്ട്. ഇവര് 2 പേർക്ക് ഈ ഇത്ര നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ ഇത് ആരെ ഇതിനകത്ത് തെറ്റ് പറയേണ്ടത്? അപ്പൊ അവരുടെ അനാസ്ഥയം കൊണ്ട് മാത്രം സംഭവിച്ചതല്ലേ ഇങ്ങനെ ഒരു അപകടം. 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടി 2018-ലെ പ്രളയത്തെ തുടർന്നാണ് 3-ാം നിലയിലേക്ക് മാറ്റിയത്. സുരക്ഷാ ക്രമീകരണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. മൂവാറ്റുപുഴയിൽ ദേഹത്തേക്ക് ടെലിവിഷൻ മറിഞ്ഞു വീണ 1.5 വയസ്സുകാരന് ദാരുണാന്ത്യം. പൈപ്ര സ്വദേശി അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത്. ഇന്നലെ രാത്രി സ്റ്റാൻഡിനൊപ്പം TV കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടി TVയിൽ പിടിച്ച് കളിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തേക്ക് വീണത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരണം സ്ഥിരീകരിച്ചു. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വ്യാജ പട്ടയങ്ങളില്ലെന്നും എന്നാൽ പട്ടയ വിതരണത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇടുക്കിയിലെ ഡിജിറ്റൽ സർവേ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മൂന്നാർ കയ്യേറ്റം, വ്യാജ പട്ടയ കേസുകൾ തുടങ്ങിയവയിൽ അന്വേഷണം CBIക്ക് വിടേണ്ടെന്ന നിലപാടാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. മൂന്നാറിൽ വ്യാജ പട്ടയങ്ങളില്ലെന്നും പട്ടയങ്ങൾ നൽകിയതിൽ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും സർക്കാരിനു വേണ്ടി AG വിശദീകരിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കി. കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ വ്യാജരേഖ ഉണ്ടാക്കിയോ എന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങിയോ എന്നും പരിശോധിക്കേണ്ടതല്ലേ എന്ന ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. കൂടാതെ ഡിജിറ്റൽ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട കോടതി ഏലം കുത്തകപ്പാട്ട ഭൂമി തരം മാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നും ചോദിച്ചു. ഏലം കുത്തകപ്പാട്ട ഭൂമി തരം മാറ്റിയതിൽ നടപടി റിപ്പോർട്ടും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2003-ൽ രജിസ്റ്റർ ചെയ്ത പട്ടയ ക്രമക്കേട് കേസുകളിൽ വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സാവകാശം തേടിയതിനെ തുടർന്ന് മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. 24 കൊച്ചി. ഇപ്പോൾ ഒരു പ്രധാന വിവരം വരുന്നുണ്ട്. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും ചില കേന്ദ്രങ്ങളിൽ മണ്ണിടിച്ചിലും ഒക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ നമുക്ക് എത്തിക്കാൻ കഴിയും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. CPM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തായ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസ്
യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജറിനും സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റായിരുന്ന മനു തോമസ് വെളിപ്പെടുത്തി. കൊട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്ന പാർട്ടിയല്ല CPIM എന്നായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ മറുപടി. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും DYFI മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിന്റെ പരാതി അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ നിയോഗിച്ചു. എന്നാൽ നടപടിയൊന്നുമുണ്ടായില്ല. ഷാജറിന് യുവജന കമ്മീഷൻ ചെയർമാനായി നിയമനവും ലഭിച്ചു. പിന്നാലെയാണ് മനു തോമസ് പാർട്ടിയുമായി അകന്നത്. പാർട്ടി അംഗത്വം പുതുക്കാനും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം മനു തോമസിനെ നീക്കി. പിന്നാലെ വിമർശനങ്ങൾ തുറന്നു പറഞ്ഞു മനു. ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി ആ കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഏറ്റവും അവസാനം പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ പാർട്ടിക്ക് ഗുണകരമായിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം ലഭിക്കുന്നു. ചില നേതാക്കൾ ഇവരുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. മനുവിന് മറുപടിയുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി സഹായിക്കുന്നില്ല. ഷാജറിനെതിരായ പരാതി വസ്തുതയില്ലെന്ന് കണ്ടെത്തി തള്ളിയതാണെന്നും MV ജയരാജൻ. പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്നാണ് തെളിഞ്ഞത്. പാർട്ടിയുള്ള ഒരാൾക്കും കൊട്ടേഷൻ സംഘവുമായി ബന്ധമില്ല. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് കുറച്ച് കാലമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൻ്റെ കുറിപ്പുകളിൽ ഈ കാര്യം പാർട്ടിയുടെ ഒരാൾക്കും കൊട്ടേഷൻ സംഘവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. 24 കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സ്വയം വിമർശനവും പരസ്പര ആരോപണങ്ങളുമായി LDF കക്ഷികൾ. ജനങ്ങൾ വിമർശിക്കുന്നതിൽ അസഹിഷ്ണുക്കളാകരുത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് കത്തിലൂടെ മുന്നറിയിപ്പ് നൽകി. ചരിത്രത്തെ മാത്രം ആശ്രയിച്ച് ഇടതുപക്ഷത്തിന് വളർച്ചയുണ്ടാകില്ല എന്നായിരുന്നു CPI-ML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ 24നോട് പറഞ്ഞത്. അതിനിടെ മുഖ്യമന്ത്രിക്കെതിരായ തോമസ് ചാഴികാടന്റെ വിമർശനം LDFൽ ഉന്നയിക്കേണ്ടതില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ധാരണയായി. ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനങ്ങൾ. ജനങ്ങളോട് ഇടപെടുമ്പോൾ വിനയം വേണം. ജനവിശ്വാസം ഇടിയുന്നതിൽ സ്വയം പരിശോധന വേണമെന്നും കത്തിൽ പറയുന്നു. തിരിച്ചുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാനം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രിക്കെതിരായ പരോക്ഷ വിമർശനവും കത്തിലുണ്ട്. ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാവേണ്ട കാലഘട്ടമാണെന്നും തെറ്റുകളെ ബോധ്യപ്പെട്ടാൽ തിരുത്താൻ തയ്യാറാകണമെന്നും ബിനോയ് വിശ്വം പിന്നീട് പ്രതികരിച്ചു. വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആ വിമർശനത്തിന്റെ ലക്ഷ്യങ്ങളെയും ഉള്ളടക്കത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ പശ്ചാത്തലങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയും മറുഭാഗത്ത് നിൽക്കുന്ന ആശയമായാലും വ്യക്തിയായാലും അതിനെപ്പറ്റിയും സമഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയേണ്ടവരാണ്. ഇടതുപാർട്ടികളും കോൺഗ്രസും കേരളത്തിലെ BJPയുടെ വളർച്ചയെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് CPI-ML ജനറൽ സെക്രട്ടറി ദിബങ്കർ ഭട്ടാചാര്യ 24നോട് പറഞ്ഞു. See, the left should not depend only on the past. You cannot depend on just the history. So in the past there have been major struggles, there have been major electoral successes. There are 34 years of left rule in Bengal, decades of left rule in Tripura. That's all good reference points for history. കഴിഞ്ഞ ദിവസം ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ തോമസ് ചാഴിക്കാടന്റെ വിമർശനങ്ങൾ LDFൽ ഉന്നയിക്കില്ല. ഇക്കാര്യം ജോസ് കെ മാണി തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. രാജ്യസഭാ സീറ്റ് ലഭിച്ച സാഹചര്യത്തിലാണ് വിമർശനങ്ങൾ ഒഴിവാക്കുന്നത്. തോൽവിയിൽ കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടെന്നുമാണ് ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ. കോടതി വിധി പ്രകാരം പള്ളികൾ ഏറ്റെടുത്തു നൽകാത്തതിലാണ് വിമർശനം. എറണാകുളം ഓടക്കാലിയിലും മഴുവന്നൂരും പള്ളി ഏറ്റെടുക്കാനെത്തിയ ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ യാക്കോബായ വിഭാഗം തടഞ്ഞു. ഓടക്കാലിയിൽ സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഏറ്റെടുക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെയാണ് യാക്കോബായ വിശ്വാസികൾ തടഞ്ഞത്. പ്രതിഷേധം സംഘർഷത്തിന്റെ വക്കിലെത്തി. ഇതിന് പിന്നാലെയാണ് കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ വിമർശനമുന്നയിച്ചത്. സഭയെ കളിയാക്കുന്ന രീതിയാണ് ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്നതെന്നും നേതൃത്വം. അങ്കമാലി മെത്രാസനത്തിലും തൃശൂർ മെത്രാസനത്തിലുമുള്ള
ഏകദേശം 6 പള്ളികളിൽ കോടതി നടപ്പിലാക്കിയതിന് പൂർത്തീകരണം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ട് പോലും വളരെ വ്യക്തമായ രീതിയിലുള്ള ചില നാടകങ്ങളാണ് നടന്നു കാണുന്നത്. ഓടക്കാലിയിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്ക് പുറത്ത് കുത്തിയിരുന്ന പ്രതിഷേധം രേഖപ്പെടുത്തി. മഴുവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിലും പ്രതിഷേധമുണ്ടായി. കോടതിയലക്ഷ്യം ചൂണ്ടിക്കാണിച്ച് യാക്കോബായ വിശ്വാസികൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് നാളെ കേരള നിയമസഭ ചർച്ച ചെയ്യും. വിഷയം നാളെ സഭയിൽ ചട്ടം 300 പ്രകാരമാകും ചർച്ച ചെയ്യുക. എം വിജിൻ വിഷയം അവതരിപ്പിക്കും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, എത്ര മണിക്കൂറായിരിക്കും ചർച്ച? എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, 2 മണിക്കൂറായിരിക്കും ചർച്ച. അതായത് രാജ്യത്താകെ പ്രതിഷേധമുയർന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ് നാളെ കേരള നിയമസഭ ചർച്ച ചെയ്യുന്നത്. ചട്ടം 300 പ്രകാരം എം വിജിൻ ഉപക്ഷേപം അവതരിപ്പിക്കും. ഇക്കാര്യത്തിൽ നിയമസഭയിലെ അനുവദിച്ചിരിക്കുന്ന അംഗങ്ങളായിരിക്കും അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തുക. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അത് കേരള നിയമസഭയിൽ തന്നെ രേഖപ്പെടുത്തുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂർ ചർച്ചയിൽ ഈ അനുവദിക്കുന്നവരുടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാളെ കേരള നിയമസഭയിൽ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം അത് പ്രതിപക്ഷം നാളെ ചോദ്യോത്തര വേളയിൽ ഉയർത്തുന്നുമുണ്ട്. വിജയകുമാർ. യെസ്, ചട്ടം 300 അനുസരിച്ച് നാളെ വിഷയം 2 മണിക്കൂർ കേരള നിയമസഭ ചർച്ച ചെയ്യും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ NIAക്ക് കനത്ത തിരിച്ചടി. സംഘടനാ നിരോധനത്തിന് അടിസ്ഥാനമായ രാജ്യദ്രോഹ കേസിലും പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലുമായി 17 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. PFI നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ വിവിധ ജാമ്യഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ രാജ്യദ്രോഹ കേസിൽ പ്രതികളായ 14 പേർ നൽകിയ ഹർജിയിൽ 8 പേർക്ക് ജാമ്യം ലഭിച്ചു. പാലക്കാട് ശ്രീനിവാസൻ കേസിൽ 12 പേരാണ് അപേക്ഷ നൽകിയത്. 9 പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. PFI മുതിർന്ന നേതാക്കളായ കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ സത്താർ, അബ്ദുൾ റൌഫ് എന്നിവരടക്കം 9 പേരുടെ ജാമ്യഹർജി ഹൈക്കോടതി തള്ളി. അതേസമയം ജാമ്യം നേടിയ പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം. മൊബൈൽ ഫോൺ നമ്പർ NIA അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകണം. പ്രതികളുടെ മൊബൈലിൽ ലൊക്കേഷൻ എപ്പോഴും ഓണായിരിക്കണം. പ്രതികളുടെ ലൊക്കേഷൻ NIAക്ക് തിരിച്ചറിയാനാവണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഉത്തരവിറക്കിയത്. 24 കൊച്ചി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. വൻ ജനാവലിയാണ് വിഷ്ണുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കരിമൻകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഒരു നോക്ക് കാണാൻ പോലുമാകാത്ത വേദനയോടെ ഒരു നാട് മുഴുവൻ ധീരജവാന് വിട നൽകി. പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൗതിക ശരീരം രാവിലെ താന്നിമൂട് ചുണ്ടകരിക്കകത്തെ വിഷ്ണു പണിത പനോരമ എന്ന വീട്ടിലേക്കാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് പൊട്ടൻചിറയിലെ കുടുംബ വീട്ടിലേക്ക്. നിറകണ്ണുകളുമായി വീട്ടിൽ മകനെ കാത്തിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലേക്ക് വിഷ്ണു വന്നത് ചേതനയറ്റ്. പൊതുദർശനത്തിനു ശേഷം 10 മണിയോടെ വിലാപയാത്ര പുറപ്പെട്ടു. നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച SKV ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം നടത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ കുടുംബ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പാലോട് കരിമൺകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിലേക്ക് അന്ത്യയാത്ര. 10 വർഷം രാജ്യത്തിനായി സേവനം ചെയ്ത വിഷ്ണുവിനായി CRPFന്റെ ഗൺ സല്യൂട്ട്. തിരുവനന്തപുരം.
കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നബാർഡ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് RBIയുടെ ഈ നടപടി. കേരള ബാങ്കിന് ഇനി 25 ലക്ഷത്തിന് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാനാവില്ല. നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും RBI നിർദ്ദേശിച്ചു. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ദേവികുളം താലൂക്കിൽ മാത്രമാണ് ഇപ്പോൾ അവധി നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.